ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. നാളെയാണ് നിലമ്പൂർ വിധിയെഴുത്ത്. ഇന്നലെ വരെയും ജമാഅത്തെ UDF ബന്ധത്തിലൂന്നിയായിരുന്നു CPM നേതാക്കളുടെ പ്രതികരണം. അതിൽ വ്യക്തത തേടിയുള്ള ഒരു അഭിമുഖത്തിലാണ് ചോദിക്കാതെ തന്നെ MV ഗോവിന്ദന്റെ RSS CPM സഹകരണത്തെക്കുറിച്ചുള്ള അയവിറക്കൽ. ഇത് വിവാദമാകുമെന്ന് ഓർമ്മിപ്പിച്ചിട്ടും അദ്ദേഹം 50 വർഷം മുൻപത്തെ ബന്ധം വിശദമാക്കിയതിന് പിന്നിൽ എന്താകും? അടിയന്തരാവസ്ഥക്കാലത്തെ അനിവാര്യതയെന്ന ആ ബന്ധം വിശദീകരിക്കുമ്പോൾ പിന്നീട് ജമാഅത്തയുടെ പിന്തുണ തേടിയ കാലത്തെ അനിവാര്യത വിശദീകരിക്കുന്നുമില്ല. RSSുമായല്ല ജനസംഘവുമായി എന്ന തിരുത്തൽ വരുത്തിയുള്ള പ്രതികരണത്തിലും മാധ്യമങ്ങളെ പഴിക്കുകയാണ് പാർട്ടി സെക്രട്ടറി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസത്തെ EP ജാവ്ദേക്കർ കൂടിക്കാഴ്ച വെളിപ്പെടുത്തൽ പോലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപത്തെ പ്രതികരണത്തെയും കാണുന്നുണ്ട് പ്രതിപക്ഷം. എന്ത് എപ്പോൾ പറയണം എന്നതിൽ വ്യക്തത വേണമെന്ന് നെറ്റിച്ചുളിക്കുന്നുണ്ട് CPI. ഒരു കാലത്തും RSSുമായി സഹകരിച്ചിട്ടില്ലെന്ന് പറയുന്നു മുഖ്യമന്ത്രി. ഒരു മേഖലയിലും യോജിക്കാനാകില്ല എന്നും പിണറായി വിജയൻ ഒടുവിൽ പ്രതികരിക്കുന്നു. MV ഗോവിന്ദന്റെ പ്രതികരണം നിലമ്പൂർ സ്ട്രാറ്റജിയോ അടവോ അതോ അബദ്ധമോ എന്നതാണ് ചോദ്യം. CPMൽ നിന്നും P ജയരാജൻ, മുതിർന്ന നേതാവ് തന്നെ ചർച്ചയിൽ. മുസ്ലിം ലീഗിൽ നിന്നും ഷിബു മീരാൻ, BJPയിൽ നിന്നും ശങ്കുട്ടി ദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപാറ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ശ്രീ P ജയരാജൻ, നമുക്കറിയാം നമ്മുടെ ചുരുങ്ങിയ സമയം, ആ 1 മണിക്കൂറിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഇതിൽ ബിനോയ് വിശ്വം പറഞ്ഞ പ്രതികരണത്തിൽ നിന്നും താങ്കളുടെ മറുപടി ആദ്യം തേടുകയാണ്. എന്ത് എപ്പോൾ പറയണമെന്നതിൽ ഒരു രാഷ്ട്രീയമായ തെളിച്ചം വേണ്ടതുണ്ട്. 50 വർഷം മുൻപത്തെ സഹകരണത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് എന്തിനാണ് MV ഗോവിന്ദൻ ചോദിക്കാതെ തന്നെ ഈ ഘട്ടത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പ്രതികരിച്ചത്? ശ്രീ P ജയരാജൻ. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞിട്ടുള്ള കാര്യം വളച്ചൊടിച്ച് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതോടുകൂടി എല്ലാവർക്കും ക്ലിയറായി. CPMനെ സംബന്ധിച്ചിടത്തോളം RSSുമായി ഒരു കാലത്തും യാതൊരു തരത്തിലുള്ള സഹകരണവും യോജിപ്പും ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കാനും പോകുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും CPM പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവ് പിണറായിയും ഇന്ന് വൈകുന്നേരം വാർത്താ സമ്മേളനം നടത്തി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. RSSനോടുള്ള നിലപാട് വളരെ വ്യക്തമാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ തന്നെ നവഫാസിസ്റ്റ് പ്രവണതകളുള്ള ഒരു ശക്തിയായിട്ടാണ് RSS BJPയെ വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ വളരെ ക്ലിയറായിട്ടുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ശ്രമം ചില കേന്ദ്രങ്ങളിൽ നടത്തുന്നുണ്ട്. അത് വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. ശ്രീ P ജയരാജൻ, അതിൽ ക്ലാരിറ്റി വേണ്ടത് ഒരു കാര്യത്തിലാണ്. ശ്രീ P ജയരാജൻ, ഒറ്റ മിനിറ്റ്. ഒന്നാമത്തെ കാര്യം, ഇതിൽ RSSുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യവും ചോദ്യകാരിൽ നിന്നുണ്ടായിട്ടില്ല, അഭിമുഖകാരിൽ നിന്നുണ്ടായിട്ടില്ല. ജമാഅത്തെ വിഷയമാണ് ചോദിച്ചത്. അപ്പോഴാണ് RSSുമായി സഹകരിക്കൽ എന്ന് തന്നെയാണ് ആ വാക്ക്, സഹകരിക്കേണ്ടി വന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ച്, നെസസിറ്റിയെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. അന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അഭിമുഖകാരൻ പറയുകയാണ്, ഇതിപ്പോൾ പറഞ്ഞ വിവാദമാകും. എന്ത് വിവാദം? ഞങ്ങൾക്കാരെയും ഭയമില്ല, ഒരു ഭയത്തിൻ്റെയും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ സഹകരണത്തിൻ്റെ അനിവാര്യത വിശദീകരിക്കുന്നു. അതിൻ്റെ സാഹചര്യം എന്താണ് എന്നുള്ളതിൽ വ്യക്തതയുണ്ടോ? ആരാണ് വളച്ചൊടിച്ചത്? ആരും വളച്ചൊടിച്ചിട്ടില്ല. പറഞ്ഞ കാര്യങ്ങൾ അതേപടി കൊടുത്തു. ഇന്നത് അബദ്ധമായപ്പോൾ അതിൽ വിശദീകരണമായി വന്നിരിക്കുന്നു. അത് RSSുമായി ബന്ധപ്പെട്ടല്ല പറഞ്ഞത്, ജനസംഘവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞതിനെ വിശദീകരിക്കുകയാണ്. അതായത് സ്മൃതി ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ വ്യക്തമായല്ലോ. അതായത് ഇന്നലെ ഞങ്ങൾ ഒന്നിനെയും ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? RSSുമായിട്ട് ഒരു തരത്തിലും ഒളിച്ചു വെച്ച യാതൊരു ബന്ധവും CPMനില്ല. അക്കാര്യത്തിൽ ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അടിയന്തരാവസ്ഥയുടെ കാലത്ത് RSSകാർ കൂടി ഉൾപ്പെട്ട ജനസംഘം ഉൾച്ചേർന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെട്ടു. അതിൻ്റെ പേരാണ് ജനതാ പാർട്ടി. കോൺഗ്രസിൻ്റെ അടിയന്തരാവസ്ഥയിലെ ഭീകരമായിട്ടുള്ള അതിക്രമ വാഴ്ചക്ക് അവസാനം കുറിക്കാൻ ഇടയായിട്ടുള്ളത് ജനതാ പാർട്ടിയുടെ രൂപീകരണവും ജനതാ പാർട്ടിയുടെ ഭരണവുമാണ്. അതിനകത്ത് RSSകാരുണ്ട്, വാജ്പേയിയെ പോലുള്ള ആളുകളുണ്ടല്ലോ അന്ന്. യഥാർത്ഥത്തിൽ CPIM അതുമായിട്ട് യാതൊരു സഹകരണം ഉണ്ടായിരുന്നില്ല. അതേസമയം അടിയന്തരാവസ്ഥയിലെ അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ നടപടികൾക്ക് ഞങ്ങൾ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ജനതാ പാർട്ടി ഗവൺമെൻറ്റിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അതേസമയം ജനതാ പാർട്ടിക്കകത്ത് RSSകാരും അല്ലാത്തവരും തമ്മിൽ തർക്കമുയർന്നപ്പോൾ ദ്വയാംഗത്വ പ്രശ്നത്തിൽ CPIM ശരിയായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. RSSനെതിരായിട്ടുള്ള
ജനതാ പാർട്ടിക്കകത്തുള്ള മതനിരപേക്ഷ വിഭാഗത്തിനോടൊപ്പമാണ് CPM നിലനിന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അക്കാര്യത്തിൽ വളരെ വ്യക്തതയോടും പറഞ്ഞു. മുഖ്യമന്ത്രി പറ്റില്ല എന്ന് പറഞ്ഞാൽ സർക്കാർ വീഴുകയും ചെയ്യും. മുഖ്യമന്ത്രി അത് വിശദീകരിക്കുന്നു വിശദമായി. RSS വിരുദ്ധ പ്രസ്താവനകളിലേക്ക് മുഖ്യമന്ത്രിക്ക് ഇന്ന് നിർബന്ധിതമായ സാഹചര്യം വന്നു അത് വിശദീകരിക്കാം. അതാണ് ഞാൻ ചോദിച്ചത്. എന്തിനിപ്പോൾ പറഞ്ഞു, എന്താണ് ഇപ്പോൾ പഴയ ചരിത്രം 50 വർഷത്തെ ചരിത്രം ഓർമ്മിക്കേണ്ട സാഹചര്യമെന്ന് വേറെ ആരുമല്ല ചോദിക്കുന്നത്, CPI സംസ്ഥാന സെക്രട്ടറിയാണ് ചോദിക്കുന്നത്. അതൊരു കാര്യം. ശ്രീ പി ജയരാജൻ, 2 കാര്യങ്ങളാണ്, അതിലും എനിക്ക് വ്യക്തത വേണം. രണ്ടാമത്തെ ഒരു കാര്യം അതും കൂടി ചോദിച്ചിട്ട് രണ്ടിനും കൂടി ചേർത്ത് പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം എന്നുള്ളത്, എന്തിന് സുന്ദരയ്യ രാജിവെച്ചു? സുന്ദരയ്യ എന്തിന് രാജിവെച്ചു? സുന്ദരയ്യ രാജിക്കത്തിൽ പറഞ്ഞിരിക്കുന്ന നിരവധി കാര്യങ്ങളിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്തായിരുന്നു? ഒന്ന് വിശദീകരിക്കാമോ? അല്ല, ഇതിലിപ്പോ സ്മൃതിയോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്, RSSുമായിട്ട് CPIM ഏതെങ്കിലും തരത്തിലുള്ള സഹകരണം എപ്പോഴെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. അതിന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതിന് മറുപടി പറയൂ നിങ്ങൾ. പാർട്ടിക്കകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇതൊന്നും RSSനോടുള്ള ഞങ്ങളുടെ CPMന്റെ അംഗീകൃതമായിട്ടുള്ള നിലപാട്, ആ നിലപാടിനെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുന്നത്, ആ നിലപാടിൽ വെള്ളം ചേർക്കുന്ന നിലയിൽ വല്ല നടപടിയും CPMന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ CPMന്റെ 24-ാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചിട്ടുള്ളത് നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനമാണ് RSS BJP. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ലല്ലോ, തർക്കമില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, 1925 RSS രൂപം കൊണ്ടതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അക്കാലത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ, RSSുമായിട്ട് ഏതെങ്കിലും തരത്തിൽ CPIയോ അല്ലെങ്കിൽ 64 ശേഷം CPMോ ഏതെങ്കിലും ഘട്ടത്തിൽ സഹകരിക്കുന്ന നിലയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് സ്മൃതിയോട് ചോദിക്കുന്നത്. ഗ്രാഹ്യമുള്ള ആളാണ്. CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന സുന്ദരയ്യയുടെ രാജിക്കത്തിലെ ആദ്യവരികൾ, ഡിയർ കോംറേഡ്സ്, ഇൻ മൈ ലെറ്റർ ഓഫ് 22/1975 to PB members and CC members, I have briefly narrated the reasons for my resignation. They are, ഒറ്റൊന്നേ വായിക്കുന്നുള്ളൂ. My resignation is due to the fact that the CC majority has decided for joint actions with pro-imperialist Janasangh with paramilitary fascists. അതിന്റെ ബ്രാക്കറ്റിൽ storm troopers like RSS as its core in the name of fighting emergency, which I consider very harmful for our party, both among democratic masses in our country and abroad. We will be getting isolated from the anti-imperialist and social forces. അപ്പോൾ സുന്ദരയ്യയുടെ രാജി ഈ സഹകരണം കൊണ്ടാണ്. കത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നതാണ്, അടിയന്തരാവസ്ഥ എതിർക്കുന്നതിന്റെ പേരിൽ സാമ്രാജ്യത്വ അനുകൂല ജനസംഘവുമായി പ്രവർത്തിക്കാൻ കേന്ദ്ര കമ്മിറ്റിയിലെ ഭൂരിപക്ഷം പേരും തീരുമാനിച്ചിരിക്കുന്നു. ഇത് പാർട്ടിക്ക് വളരെ അപകടകരമാണെന്ന് ഞാൻ കരുതുന്നു. ഇതോടെ നമ്മൾ സാമ്രാജ്യത്വ വിരുദ്ധ സോഷ്യലിസ്റ്റ് അനുകൂല നിന്നും ഒറ്റപ്പെടും എന്ന കാരണമാണ് ആദ്യ കാരണമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പാർട്ടി വോട്ടിനിട്ട് തോൽപ്പിച്ചു, അദ്ദേഹം രാജിവെച്ചു, അല്ലേ? അല്ല, അതിലിപ്പോ ഇവിടെ സുന്ദരയ്യ പാർട്ടിക്കകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പാർട്ടിയുടെ നിലപാടും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഞങ്ങൾ കൈകാര്യം ചെയ്ത വിഷയമാണ്, പാർട്ടി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്മൃതി ഇപ്പോഴെന്തിനാണ് സുന്ദരയ്യയുടെ കത്ത് എടുത്തു കൊണ്ടുവരുന്നത്? CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മുഖ്യമന്ത്രിയും ഇന്നലെ പ്രസ്താവന നടത്തിയിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും കൃത്യമായി പറഞ്ഞു വച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ചരിത്രത്തിൽ ഒരു കാലത്തും RSSുമായിട്ട് യാതൊരു സഹകരണവും ഉണ്ടായിട്ടില്ല. സഹകരണം ഉണ്ടായിട്ടുള്ളത് താങ്കൾ പറയൂ, സ്മൃതി പറയൂ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് മനസ്സിലാവുന്ന പാർട്ടിയും തമ്മിലുള്ള കത്തിടപാടുകളിൽ വല്ല പ്രശ്നമുണ്ടെങ്കിൽ അതല്ലല്ലോ ഉണ്ടായിട്ടില്ല. CPM ബന്ധമെന്ന ചോദ്യം ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടില്ലല്ലോ. ശ്രീ പി ജയരാജൻ, ആ ചോദ്യം ഉന്നയിക്കാൻ ഇടയാക്കിയത് ആരാണ്? ഞാൻ ചോദിക്കുന്ന ചോദ്യം തീർച്ചയായിട്ടും അതായത് പാർട്ടിക്കകത്ത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയും, പക്ഷെ പാർട്ടി ഒരു തീരുമാനം എടുത്തല്ലോ. എന്താ തീരുമാനം? ഒന്ന്, അർദ്ധഫാസിസ്റ്റ് ഭീകരതയിലേക്ക് രാജ്യത്തിലെ കോൺഗ്രസ്, കേട്ടോ, നിങ്ങളൊക്കെ അനുകൂലിക്കുന്ന കോൺഗ്രസ് ഉണ്ടല്ലോ, അതിന് ഭീവത്സമായിട്ടൊരു മുഖമുണ്ട്. അതാണ് അടിയന്തരാവസ്ഥാ കാലത്ത് നടന്നത്. എത്രയെത്ര അതിക്രമങ്ങൾ, എത്രയെത്ര കൊലപാതകങ്ങൾ, ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ ഭരണകാലത്ത് നടന്നത്. ആ ഭരണത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി രാജ്യത്തിലെ ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും യോജിക്കണം എന്ന നിലപാട് CPIM സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായി ഞങ്ങള് RSSുമായിട്ട് യാതൊരു പൊരുത്തവും ഒരു യോജിപ്പും ഉണ്ടാക്കിയിട്ടില്ല. അതേസമയം RSSന്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ജനസംഘം
ഡിസോൾവ് ചെയ്യപ്പെടുകയും പിരിച്ചുവിടുകയും അത് ജനതാ പാർട്ടിയിൽ ലയിക്കുകയും ചെയ്തു. ആ ജനതാ പാർട്ടിയുമായിട്ട് സഹകരിക്കാമോ ഇല്ലയോ? ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ടെന്ന് പരസ്യമായി പറയുന്നു. സുന്ദരയുടെ കത്തിന്റെ കാര്യം ഇപ്പോൾ ഉദ്ധരിക്കേണ്ട കാര്യം എന്താണ്? ഞങ്ങൾ ജനതാ പാർട്ടിയുമായി സഹകരിച്ചിട്ടുണ്ട്. അതിൽ RSS ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ജനതാ പാർട്ടിയിൽ മാത്രമല്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിനകത്ത് RSSന്റെ ഏജന്റുമാരുണ്ടല്ലോ. ശരി, കോൺഗ്രസിനകത്ത് RSSന്റെ ഏജന്റുമാരുണ്ട്. ഒറ്റ കാര്യമില്ല, ഞങ്ങളെ പറ്റി CPM-നെ പറ്റി അല്ല ശ്രീ പി ജയരാജൻ, ഇവിടെ കോൺഗ്രസിനകത്തെ RSSനെ കുറിച്ചല്ല MV ഗോവിന്ദൻ പറഞ്ഞത്. ഞങ്ങൾ സഹകരിച്ച കാലത്തെക്കുറിച്ചും അതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് ആരും ചോദിക്കാതെയാണ്. അതെന്തിനു പറഞ്ഞു? അത് നിലമ്പൂർ മുന്നിൽ കണ്ടല്ലേ? നിങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിരിക്കുന്ന നിങ്ങളുടെ ബോധോദയം ഭൂരിപക്ഷ വോട്ട് പിടിക്കാനുള്ള പ്രത്യേക തന്ത്രമാണോ ഇതിന് പിന്നിൽ എന്ന് പ്രതിപക്ഷം സംശയിക്കുമ്പോൾ അവർക്കുള്ള മറുപടി എന്താണ്? അതെ അല്ല, അതിലിപ്പോൾ ഈ ഇന്നലെ ഗോവിന്ദ മാഷ് പറഞ്ഞ കാര്യത്തിൽ സംശയം ഉണ്ടായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിച്ചുകൊണ്ട് ഇന്ന് സഖാവ് ഗോവിന്ദ മാഷും വൈകുന്നേരം 6 മണിക്ക് മുഖ്യമന്ത്രി പിണറായി PB മെമ്പർ കൂടിയാണല്ലോ, അദ്ദേഹവും വ്യക്തമാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ ഞാൻ സ്മൃതിയോട് ചോദിക്കുന്നത്, CPM-ന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും കാലത്ത് RSS-ഉമായി സഹകരിക്കുകയോ യോജിച്ച് ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടുള്ള ഒരു സന്ദർഭം സ്മൃതിക്ക് പറയാനാവുമോ? ഞങ്ങൾക്ക് പറയാൻ പറ്റും. കോൺഗ്രസ് നേതൃത്വവുമായി ഉണ്ടാക്കിയിട്ടുള്ള സഹകരിച്ചു എന്ന് പറഞ്ഞത് സുന്ദരയുടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം വളരെ കോൺക്രീറ്റ് ആണ്. അത് ഞാൻ വളരെ കോൺക്രീറ്റ് ആണ് ഞാൻ മറുപടി പറയുന്നത്. പ്രസക്തമാണ്. ഗോവിന്ദന്റെ വാചകങ്ങളാണ് ഞാൻ എടുത്ത് കാണിച്ചത്. ആദ്യം ഞാൻ ചോദിക്കുന്നത് MV ഗോവിന്ദനാണ് പറഞ്ഞത് സഹകരിച്ചുവെന്ന്. മാധ്യമങ്ങളല്ല. MV ഗോവിന്ദൻ മാഷ് ക്ലിയർ ചെയ്തിട്ടുണ്ടല്ലോ. അല്ല, അതിങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നെ ക്ലിയർ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് മാധ്യമ അജണ്ടയാണെന്ന് എങ്ങനെ പറയും? അത് മാധ്യമപ്രവർത്തനം ഓർമ്മിപ്പിക്കുകയാണ്. നോക്കൂ, ഇത് വിവാദമാകും, എന്ത് വിവാദം, പേടിക്കാനില്ല എന്ന് പറഞ്ഞ് വീണ്ടും അത് ആവർത്തിക്കുകയാണ്. അതെ MV ഗോവിന്ദൻ മാഷ് ഇന്നലെ പറഞ്ഞതിലും ഇന്ന് പറഞ്ഞതിലും വല്ല പൊരുത്തക്കേടുമുണ്ടെങ്കിൽ ഞാൻ സ്മൃതിയോട് ചോദിക്കുന്നത്, CPM-ന്റെ ചരിത്രത്തിൽ RSS നേതൃത്വവുമായി ചർച്ച ചെയ്ത ഏതെങ്കിലും ഘട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യമാണ് സ്മൃതിയോട് ചോദിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കേൾക്കൂ നിങ്ങൾ പുകമറ പരത്താൻ നോക്കണ്ട. ഇതെന്താണെന്നറിയോ? ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗികമായിട്ടുള്ള ജുഹിയായിട്ടുള്ള പ്രബോധനമാണ്. 1978 ജനുവരി മാസം 12-ാം തീയതിത്തെ പ്രബോധനം എന്താണെന്നറിയോ? RSSകാരുമായി ഒരു ചർച്ച ആരാ നടത്തിയത്? ജമാഅത്തെ ഇസ്ലാമി നടത്തിയ ചർച്ചയാണ്. എന്താണ് കോൺഗ്രസിന്റെ റെക്കോർഡ്? 1960 തെരഞ്ഞെടുപ്പിൽ EMS പട്ടാമ്പിയിൽ മത്സരിച്ചപ്പോൾ നോമിനേഷൻ കൊടുത്ത RSSന്റെ സ്ഥാനാർത്ഥി, ജനസംഘം സ്ഥാനാർത്ഥി മാധവ് മേനോൻ പിൻവലിച്ചുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തു. അപ്പുറത്ത് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ മുസ്ലിം ലീഗാണ് മത്സരിച്ചത്. അവിടെ കൂട്ടുകെട്ടുണ്ടാക്കി. ആര്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ആർക്ക്? ലീഗിന് വോട്ട് ചെയ്യാൻ ജനസംഘം, കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ജനസംഘം. ഇതിനൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട്. കോഴിക്കോട് കക്കോടൻ ടൂറിസ്റ്റ് ഹോമിൽ RSS നേതൃത്വവുമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് മഞ്ചേശ്വരത്ത് KG മാരാറെ മത്സരിപ്പിച്ചതും കരുണാകരനും ആന്റണിയും ഒക്കെ ഉറപ്പ് കൊടുത്തതും. ലീഗ് മറുപടി പറയട്ടെ ശ്രീ പി ജയരാജൻ, ലീഗ് മറുപടി പറയട്ടെ, RSS മറുപടി പറയട്ടെ, BJP മറുപടി പറയട്ടെ, രണ്ട് കൂട്ടരുണ്ട് നമ്മുടെ ചർച്ചയിൽ. അവർ മറുപടി പറയട്ടെ ശ്രീ പി ജയരാജൻ. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ചോദിക്കുകയാണ്. അല്ല, എന്നോട് ചോദിക്കാതിരിക്കൂ ശ്രീ പി ജയരാജൻ. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. അല്ല, ഒരു മിനിറ്റ്. സുന്ദരയുടെ കത്താണ് പ്രധാനം. അല്ലല്ല, അത് പ്രധാനമാണെന്ന് ആരാണ് ഇതൊക്കെ പ്രധാനമാക്കിയെന്നേ? ആരാണ് ഈ 50 വർഷം മുമ്പത്തെ കാര്യം വിളിച്ച് പറയുന്നത്? എന്താവശ്യം ഉണ്ടായിട്ടാണ് MV ഗോവിന്ദൻ അത് പറയുന്നത്? ഇന്നിപ്പോ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടില്ലേ? കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ MV ഗോവിന്ദൻ അത് വ്യക്തമാക്കിയല്ലോ. അതായത് ആദ്യം പറഞ്ഞത് തിരുത്തിയല്ലോ എന്നാണ് അതിന്റെ മലയാളം. ഇന്നിപ്പോൾ ഒരു കാര്യവുമില്ലാതെ പിണറായി വിജയന് RSS വിരുദ്ധമായി കുറെ നേരം സംസാരിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടാക്കിയത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണല്ലോ. എന്ത്, എപ്പോൾ, എങ്ങനെ പറയണം എന്നുള്ള രാഷ്ട്രീയ ബോധ്യം വേണം എന്ന് ബിനോയ് വിശ്വം പറഞ്ഞത് മാധ്യമങ്ങളോടല്ല ശ്രീ പി ജയരാജൻ, മാധ്യമങ്ങളോടല്ല. അദ്ദേഹത്തിന്റെ വാചകം ഇതായിരുന്നു: RSS 1925-ലാണല്ലോ, എല്ലാ ഘട്ടത്തിലും RSSനെ ഇവിടെ ആരെങ്കിലും ഒക്കെ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. 70-കൾ കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ പലരും ചേർന്നിട്ടില്ലേ
RSS വർഗീയവാദിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചേർന്നില്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിവാദമാകുമെന്ന് മാധ്യമപ്രവർത്തനം ഓർമ്മിപ്പിക്കുകയാണ്. എന്ത് വിവാദം വരാൻ? സത്യസന്ധമായി പറഞ്ഞാൽ വിവാദമാകുമോ? ഞങ്ങൾക്ക് തെല്ലും ഭയമില്ല. അടിയന്തരാവസ്ഥ, അർദ്ധഫാസിസ്റ്റ് രീതി വന്നാൽ മറ്റു വഴിയുണ്ടോ? ഫാസിസത്തിന് അവസാനം വരുത്തുക എന്നതാണ് മുദ്രാവാക്യം. അന്ന് യോജിക്കുന്നവർ എല്ലാവരുമായി യോജിച്ചില്ലേ? നെസസിറ്റിയാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാതെ തന്നെ ഈ RSSുമായുള്ള സഹകരണം പറയായിരുന്നു. നമുക്കിനി അടുത്തുള്ളവരിലേക്ക് കൂടി പോയ ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ആദ്യം ലീഗ് പ്രതിനിധിയിലേക്ക് പോകുന്നു. ശ്രീ ഷിബു മീരാൻ, കോലീബി സഖ്യം നിങ്ങൾ എല്ലാ കാലത്തും കേൾക്കേണ്ടി വന്നിട്ടുള്ള ചീത്തപ്പേരാണ്. അതില്ല എന്ന് നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ RSSും ഞങ്ങളും തമ്മിലുണ്ടായിരുന്ന സഹകരണത്തെക്കുറിച്ച് എന്തിനോർമ്മിപ്പിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കുറച്ചു കാലമായി പറഞ്ഞു വരുന്ന കാര്യങ്ങളുമായി ചേർത്ത് വെക്കുന്നുണ്ടോ? എന്തിനാണ് PV അൻവർ നിലമ്പൂരിൽ MLA സ്ഥാനം രാജിവെച്ചത്? അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് MP ഗോവിന്ദന്റെ പ്രസ്താവനയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? രണ്ടിനും മറുപടി പറയണം, കോലീബിയും പറയണം. അല്ല, ഒരിക്കലും MP ഗോവിന്ദൻ മാഷിന്റെ പ്രസ്താവനയെ നമ്മൾ ഈ മനഃശാസ്ത്രത്തിൽ പറയുന്ന ഒരു ഫ്രോഡിയൻ സ്ലിപ്പായി ഞങ്ങൾ കാണുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണം നിലമ്പൂരിൽ കൊട്ടിക്കലാശം നടന്ന അന്ന് വൈകിട്ടാണ് സ്മൃതി തന്നെ ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ചോദ്യം ഇങ്ങോട്ട് ഉന്നയിക്കപ്പെടാതെ തന്നെ അദ്ദേഹം അത് അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ വിവാദമായാലെന്നൊരു ആശങ്ക ആ മാധ്യമപ്രവർത്തകർ പങ്കുവെക്കുമ്പോൾ ഞങ്ങൾക്ക് തെല്ലും ഭയമില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അനിവാര്യമായ സന്ദർഭങ്ങളിൽ ഞങ്ങൾ നേരത്തെയും RSSുമായി സഹകരിച്ചിട്ടുണ്ടെന്നാണ്. അതിനെ ചുറ്റിപ്പുറത്താണ് നമ്മൾ ഈ കോലീബിയിലേക്കൊക്കെ വരുന്നത്. ഞാൻ ഉറപ്പായും ഇവിടെ മഞ്ചേശ്വരത്തെ കാര്യം, കോലീബി ഒക്കെ ഞാൻ പറയാം. ഇപ്പൊ ഈ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കോണ്ടെക്സ്റ്റ്, ഇന്ന് മുഖ്യമന്ത്രി ആകട്ടെ, ഇന്ന് രാവിലെ മുതൽ ഗോവിന്ദൻ മാഷാകട്ടെ, CPMകാരൊക്കെ ശ്രമിക്കുന്നത്, ഞങ്ങൾ RSSുമായി ഒരു സഖ്യത്തിനും പോയിട്ടില്ല, ഞങ്ങൾ സഖ്യമുണ്ടാക്കിയത് ജനതാ പാർട്ടിയുമായിട്ടാണ്, ജനതാ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നതിൽ തരക്കേടില്ല എന്നാണ്. അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ സ്മൃതി തന്നെ വായിച്ചു കേൾപ്പിച്ച സഖാവ് P. സുന്ദരയ്യയുടെ 975 രാജിക്കത്തുണ്ട്. ആ രാജിക്കത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് തന്നെ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ അവർക്കെതിരെ, അവരുടെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ എന്ന് പറഞ്ഞിട്ട് വലിയ സമരം ഉയർന്നു വരുന്നുണ്ട്. സ്മൃതി വായിച്ച ആ പാരഗ്രാഫ് മാത്രമല്ല, അതിന്റെ താഴേക്ക് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് സഖാവ് സുന്ദരയ്യ പറയുന്ന ചില കാര്യങ്ങൾ, ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ അല്ലെങ്കിൽ ഇന്ദിരയ്ക്കെതിരെ രൂപപ്പെട്ടു എന്ന് പറയുന്ന, പ്രാദേശികമായി രൂപപ്പെട്ടു എന്ന് പറയുന്ന ജോയിന്റ് ആക്ഷൻ കമ്മിറ്റികളിൽ RSSനോടൊപ്പം നമ്മുടെ സഖാക്കൾ വ്യാപകമായി പങ്കുചേരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്ററി പാർട്ടി ലീഡറായിട്ടുള്ള ജ്യോതി ബാസുവും PT ജോഷിയും അതേപോലെ തന്നെ BTRും ഒക്കെ പല യോഗങ്ങളിൽ പങ്കെടുക്കുന്നു. RSSുമായുള്ള ഈ സഹകരണം ഇന്ത്യയിലെ കോൺഗ്രസ് പോലെ നാം വിലയിരുത്തുന്ന ഒരു യാഥാസ്ഥിക വലതുപക്ഷ പാർട്ടിയല്ല RSS. ഇന്നിപ്പോ മുഖ്യമന്ത്രി വായിച്ചു കേൾപ്പിച്ച കുറെ പുസ്തകങ്ങളുണ്ടല്ലോ, വി ആൻഡ് അവർ നേഷൻഹുഡ്, വിചാരധാരയൊക്കെ. ഇതൊക്കെ 75 മുൻപേ വരുന്നതാണ്. വിചാരധാര 66ലാണ്, മറ്റത് 39ലാണ്. ആ പുസ്തകങ്ങളും RSSും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോഴാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഈ സഹകരണത്തിലേക്ക് പോകുന്നത്. സഖാവ് സുന്ദരയ്യ അന്ന് പറഞ്ഞൊരു കാര്യം, ഈ പറയുന്ന പുസ്തകങ്ങളിലൂടെ ഇന്ത്യൻ ദേശീയതയെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സമ്പൂർണമായ ഒരു പാരാമിലിറ്ററി സ്വഭാവമുള്ള വർഗീയ സംഘടനയുമായി RSSനോടുകൂടെ നാം ചേരുന്നത് നമ്മെ അപകടത്തിലാക്കുമെന്നൊരു താക്കീത് അദ്ദേഹം കൊടുത്തു. ഇന്നിപ്പോ പലരും പറയുന്നത് EMSന്റെ പ്രസ്താവനയാണല്ലോ. യഥാർത്ഥത്തിൽ അന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ ഇദ്ദേഹത്തിനെതിരായ പടയൊരുക്കത്തിന് നേതൃത്വം കൊടുക്കുന്ന EMS ആണ്. അന്നാണ് യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥയെ തോൽപ്പിക്കാൻ ഏതു ചെകുത്താനുമായി ഞങ്ങൾക്ക് കൂട്ടുകൂടിക്കളയാം എന്ന സിദ്ധാന്തം EMS കൊണ്ടുവരുന്നത്. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ സഖാവ് സുന്ദരയുടെ നിലപാട് പരാജയപ്പെടുന്നത്, അദ്ദേഹം രാജിവെക്കുന്നത്. ഇനിയിപ്പോ ഈ ദിവസങ്ങളിൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം ഗോവിന്ദൻ മാഷ് ഇതൊക്കെ ഓർത്തെടുക്കുന്നത് ഇവരുടെ പുതിയ രാഷ്ട്രീയ സമീപനത്തിന്റെ ഭാഗമാണ്. ഇന്നലെ മറ്റൊരു പ്രസ്താവന, അത് ചർച്ചയായില്ല. അത് ഇവർക്ക് അങ്ങോട്ട് പോയി പ്രഖ്യാപനം കൊടുത്ത ഒരു കൂട്ടരുണ്ട്, പിന്തുണ കൊടുത്ത ഒരു കൂട്ടരുണ്ട്. അത് PDP ആണ്. മറുഭാഗത്തിരുന്ന് വിജയരാഘവൻ പറയുന്നത് PDP എന്നൊരു പാർട്ടി ഇപ്പൊ ഉണ്ടോ, അങ്ങനെ ഒരു പാർട്ടിയെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്നാണ്. ഇതേ PDP പീഡിത വർഗമാണെന്ന് ഗോവിന്ദൻ മാഷ് പണ്ട് പറഞ്ഞു. ഒരു ഭാഗത്ത് വിജയരാഘവൻ PDPയെ തള്ളി പറയുന്നു, മറുഭാഗത്ത് ഈ അനിവാര്യമായ ഒരു വൈകുന്നേരം, നിലമ്പൂരിലെ കുട്ടിക്കലാശത്തിന്റെ വൈകുന്നേരം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയ ഭീതി മുന്നിൽ കാണും. MP ഗോവിന്ദൻ പറയുന്നുണ്ട് ഈ കുട്ടിക്കലാശത്തിൽ PDPയുടെ കൊടിയുണ്ട്. കോലീബിയെ പറ്റി പറ, കോലീബിയെ പറ്റി പറ ഷിബു, കോലീബിയെ പറ്റി പറ. കോഴിക്കോട് കക്കോടൻ ഞാൻ മറുപടി പറഞ്ഞോളാം. അടക്കം നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ലേ? താങ്കൾ പറയൂ സഖാവെ, താങ്കൾ ഒരു മുതിർന്ന പൊതുപ്രവർത്തകനാണ്. എനിക്ക് താങ്കളോട് ഒരു തർക്കത്തിന് താല്പര്യമില്ല. താങ്കൾ ഉന്നയിച്ച വിഷയത്തിന് ഞാൻ മറുപടി, ആദ്യം താങ്കൾ പറഞ്ഞതിന് ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ സഖാവെ, എന്നിട്ട് പറയാം. നിങ്ങളൊന്ന് സമാധാനപ്പെട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, PDPയുടെ പിന്തുണ തള്ളി എന്തിനാണെന്നറിയോ? PDP അബ്ദുൽ നാസർ മഹദിനെയൊക്കെ ഈ പുതിയ ഈ വോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണല്ലോ ഇപ്പോൾ RSSന്, അവർക്ക് അപശകുനാണ്. അതുകൊണ്ട് PDP ഒന്നും ഞങ്ങൾക്ക് അറിയില്ല, നിങ്ങളുടെ വോട്ടിംഗ് പോരട്ടെ എന്ന സമീപനമാണ് ഇന്നലെ യഥാർത്ഥത്തിൽ അദ്ദേഹം സ്വീകരിച്ചത്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ സുന്ദരയ്യയുടെ രാജിക്കത്ത് ചർച്ചയാകുമ്പോൾ ഇവർ
പറയുന്നത് ഞങ്ങൾ ജനതാ പാർട്ടിയുമായിട്ടല്ലേ സഖ്യം. ഈ 77 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം സ്മൃതി, ആ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വന്ന മൊറാർജി ദേശായി മന്ത്രിസഭയിലാണ് ലാൽ കൃഷ്ണ അദ്വാനി, അടൽ ബിഹാരി വാജ്പേയി ഇവരൊക്കെ കേന്ദ്രമന്ത്രിമാരായി വരുന്നത്. അദ്വാനി 14-ാമത്തെ വയസ്സ് മുതൽ RSS ആണ്, വാജ്പേയി 12-ാമത്തെ വയസ്സ് മുതൽ RSS ആണ്. ഇവർ ഈ പറയുന്ന ഇരട്ടംഗത്വത്തിന്റെ പ്രശ്നമുണ്ടല്ലോ, ഈ RSSന്റെ അംഗത്വം രാജിവെച്ചിട്ടല്ല ഇവരാരും ജനതാ പാർട്ടിയിൽ ചേർന്ന് മന്ത്രിമാരായിരിക്കുമ്പോ, പാലക്കാട്ട് വന്ന് ശിവദാസ മേനോന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോ, ഒരുമിച്ച് മത്സരിക്കുമ്പോ, 77 ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ തലശ്ശേരിയിൽ ഇവരുടെ വോട്ട് വാങ്ങുമ്പോഴൊക്കെ ഇവർ RSS അംഗങ്ങൾ തന്നെയാണ്. ചരൺ സിംഗ് ഇത് രാജിവെക്കണമെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരാം. മൊറാർജി ദേശായി ഒരു നിലപാട് സ്വീകരിച്ചു. ഇവർ RSS ആണെങ്കിൽ ഞാൻ ഒഴിയാണ്, ഇവരോടൊപ്പമാണ് നീന്തിക്കടന്നത്, ഇവരോടൊപ്പം തന്നെ മുങ്ങാം, നിങ്ങൾ രാജിവെക്കണ്ട, നിങ്ങൾ RSS ആയിട്ട് തന്നെ തുടർന്നോ എന്ന് പറഞ്ഞിട്ടാണ് 79 ആ മന്ത്രിസഭ രാജിവെക്കുന്നത്. അപ്പൊ 77 ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയ മനുഷ്യൻ അവരുടെ വോട്ട് വാങ്ങി. ഇനി മറ്റൊരു കൗതുകം കൂടി ഉണ്ട് സ്മൃതി, ഇവിടെ ഇപ്പൊ പ്രബോധനത്തിന്റെ ഒരു കാര്യം ജയരാജൻ സഖാബ് വായിച്ചല്ലോ. ഈ ജമാഅത്തെ ഇസ്ലാമി അവര് ഇന്ത്യയിലെ ഭരണകൂട സംവിധാനങ്ങൾ മുഴുവൻ താഗൂത്ത് എന്നൊരു വാക്കാണ് അവരന്ന് ഉപയോഗിച്ചിരുന്നത്. ഇതിൽ കൂടിക്കൂടാ, സർക്കാർ ജോലി പോലും അവരുടെ പ്രവർത്തകരെ സ്വീകരിക്കാൻ അനുവദിച്ചിരുന്നില്ല, വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല. എന്നിട്ട് അവർ ആദ്യമായി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു എപ്പോഴാ? ഇതേ 77 തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ നിരോധിച്ച കോൺഗ്രസിനോട് പകവിട്ടാൻ അവരാർക്കാ വോട്ട് കൊടുത്തത്? ഇതേ ഇടതുപക്ഷത്തിന്, ഇതേ CPM-ന്. എന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് RSSന്റെ വോട്ട്, മറുഭാഗത്ത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഒരേപോലെ വാങ്ങി കൈ പിടിച്ച പാരമ്പര്യം ഇവർക്കുണ്ട്. ഇനിയിപ്പോ പ്രബോധനത്തിന്റെ കാര്യം പറഞ്ഞു, 2006 ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയമായി അവര് മുന്നണികളെ പിന്തുണയ്ക്കുന്ന സമീപനത്തിലേക്ക് പോകുന്നത്. 2006 അവരങ്ങനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചപ്പോ അന്ന് കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥിക്കും ആദ്യമായി അവർ കൊടുത്ത രാഷ്ട്രീയ വോട്ട് ലഭിച്ചിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോ ഈ ചർച്ചയിൽ പറയുന്നില്ല. ഇതാണ് ഒരു ഭാഗത്ത് ഇവർ ഈ തള്ളിപ്പറഞ്ഞതിനെ മുഴുവൻ ഇന്നലകളിൽ ഇവർ ആശ്ലേഷിച്ചിട്ടുണ്ട്. ഇന്നും അവർക്ക് ആവശ്യം വന്നേക്കാം. ശരി, ജമാഅത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി അദ്ദേഹം അടുത്ത ഊഴത്തിൽ പറയും. അല്ല, കോൺഗ്രസ് കേരളത്തിൽ BJP-യുമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണല്ലോ, ചരിത്ര സത്യമാണല്ലോ. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ KP ഉണ്ണികൃഷ്ണനെതിരെ അഡ്വക്കേറ്റ് രത്നസിംഗ് സംയുക്ത സ്ഥാനാർത്ഥിയായില്ലേ? അതിനെയാണ് കോലീബി സഖ്യമെന്ന് കളിയാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബേപ്പൂരിൽ മാധവൻകുട്ടിയായിരുന്നു സംയുക്ത സ്ഥാനാർത്ഥി. രണ്ടുപേരും തോറ്റു, ആ പരീക്ഷണം പരാജയപ്പെട്ടു. ഞാൻ ഒരു പ്രത്യേക മണ്ഡലത്തിൽ BJP അവരുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് പിൻവലിച്ചാൽ ആ വോട്ടാകെ ഞങ്ങൾക്കാ വന്നതെന്ന് എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുക? ഈ പറയുന്ന വിഷയം അതുപോലെ ഇത് പരസ്യമായി സഖ്യത്തിൽ ഏർപ്പെട്ട് അധികാരം പങ്കിട്ട കഥയാണ് ഈ പറയുന്നത്. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടാക്കി കൊടുക്കേണ്ട ജോലി സ്മൃതി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പൊ പിന്നെ കക്കോടൻ ടൂറിസ്റ്റ് ഹോമിലെ 18-ാം നമ്പർ റൂമിലായിരുന്നു എന്നൊക്കെ വെറുതെ എയറിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞത് ഇവരുടെ പാർട്ടിയെ ഇന്ത്യയിൽ ദീർഘകാലം നയിച്ച ഒരു മനുഷ്യൻ നെഞ്ചു പൊട്ടിക്കൊണ്ട് എഴുതിയ ഒരു രാജിക്കത്തിന് നിർത്തിയാണ്. ആ രാജിക്കത്ത് പോലും അദ്ദേഹം മരിച്ച് പിന്നെ പുറത്തു വരുന്നത്. സഖാവ് സുന്ദരയ്യയുടെ ചരിത്രത്തെ, അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ലെഗസിയെ ഇവർക്ക് നിഷേധിക്കാൻ വേണ്ടി പറ്റുമോ? അതാണ് ഇവിടുത്തെ ചോദ്യം. അതല്ലാതെ ഒരിടത്ത് BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അവർക്ക്? ശരി, ശങ്കുട്ടി ദാസിന് മറുപടി പറയാനുണ്ട്. RSS ബന്ധം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഒരു കാലത്തും RSSുമായി ബന്ധമുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി, പോളിറ്റ് ബ്യൂറോ അംഗം വാർത്താ സമ്മേളനത്തിന്റെ അവസാനത്തെ 15 മിനിറ്റിലധികം അത് വിശദീകരിക്കുകയായിരുന്നു. അങ്ങനെ വിശദീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി എത്തിച്ചു എന്നുള്ളതാണ് ഇതിൽ ഒരു നിരീക്ഷണവും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ശ്രീ ശങ്കുട്ടി ദാസ്, ഇപ്പോൾ ചോദിക്കാതെ തന്നെ RSSും CPM-ഉം തമ്മിലുണ്ടായിരുന്ന സഹകരണത്തെക്കുറിച്ച് MV ഗോവിന്ദൻ പറഞ്ഞത് നിലമ്പൂർ ലാക്കാക്കിയാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഇതിനെ BJP എങ്ങനെ കാണുന്നു, RSS എങ്ങനെ കാണുന്നു എന്നതിലും ഒരു പ്രാധാന്യമുണ്ടല്ലോ. നിങ്ങൾക്ക് ഇത്തവണ നിലമ്പൂരിൽ വിജയസാധ്യതയില്ലാത്തതുകൊണ്ട് നിങ്ങൾ ആ വോട്ട് CPM-ന് കൊടുക്കാൻ പോകുന്നു എന്നുള്ള വിമർശനം ഒരു വശത്ത് നിൽക്കുന്നു. ഇപ്പോൾ അങ്ങനെ അല്ലാതെ നിൽക്കുന്ന വോട്ടുകൾ കൂടി അങ്ങോട്ട് പോകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നു എന്നൊരു വിമർശനമുണ്ട്. ഇതിലെന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമുക്ക് ഗോവിന്ദ മാസ്റ്റർ ഇന്നലത്തെ പ്രസ്താവനയെ പറ്റി രണ്ട് അഭിപ്രായങ്ങളാണ് പ്രബലമായിട്ട് കേട്ടത്. ഇതുവരെയുള്ള ചർച്ചയ്ക്കിടയിലാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും രണ്ട് പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളാണ് കേട്ടത്. ഒന്ന്, അത് CPM-നുള്ളിൽ നിന്നുള്ള ഒരു ബോംബാണ്. അതായത് സ്വരാജിന് കിട്ടാൻ സാധ്യതയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടുത്താൻ വേണ്ടി, സ്വരാജ് ജയിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ സ്വരാജിന് ഹാം ചെയ്യാൻ വേണ്ടി തന്നെ ബോധപൂർവ്വം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണത് എന്നുള്ളൊരു നിലപാട് പറയുന്നത് കേട്ടു. രണ്ട്, BJPക്ക്
വരേണ്ടതായ എന്നാൽ BJPക്ക് ഇത്തവണ ജയസാധ്യതയില്ലെന്ന് കരുതി ആ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നും പറയുന്നുണ്ട്. ഇത് രണ്ടാണെങ്കിലും ഈ പറഞ്ഞ കാര്യം ചരിത്രപരമായി ശരിയാണോ എന്നതാണ് ചോദ്യമെങ്കിൽ RSSും CPIഎമ്മും തമ്മിൽ അങ്ങനെ ചരിത്രപരമായി ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സഖ്യമോ ധാരണയോ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായിട്ടുള്ള സഖ്യം ഈ പറഞ്ഞതുപോലെ അവർ ജനസംഘവും CPIഎമ്മും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള കോമൺ മിനിമം പ്രോഗ്രാമിൽ ഏർപ്പെടുകയോ ആശയപരമായിട്ടുള്ള ഒരു ഐക്യം ഉണ്ടാവുകയോ ഒന്നിച്ചു നീങ്ങാനുള്ള ഒരു പദ്ധതി രൂപീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ജനതാ പാർട്ടി എന്ന് പറയുന്നത് 6 പാർട്ടികൾ കൂടി ചേർന്നിട്ടുണ്ടായിട്ടുള്ള ഒരു അലയൻസാണ്. അടിയന്തരാവസ്ഥക്കെതിരെ ഇന്ദിരാഗാന്ധി നയിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 6-നെതിരെ അന്നത്തെ ഡെമോക്രസി വേഴ്സസ് എമർജൻസി എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യത്തിൽ ഡെമോക്രസിക്ക് ഒപ്പം നിന്നിട്ടുള്ളവരെല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൽ ആദ്യം 1975 നമ്മുടെ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന ജനതാ മോർച്ചയാണ് അതിൽ ആദ്യം ഉണ്ടാകുന്നത്. അതിനുശേഷം 1969 ഇന്ദിരാഗാന്ധിയോട് പിരിഞ്ഞു വന്നിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു സെക്ഷൻ കോൺഗ്രസ് ഓയും കോൺഗ്രസ് ആറുമായി പിരിഞ്ഞ സമയത്ത് കോൺഗ്രസ് ഓയുടെ നേതാവ് മൊറാർജി ദേശായി അവർ അതേപോലെ തന്നെ ഭാരതീയ ജനസംഘം അന്ന് വാജ്പേയിയും അദ്വാനിയും കൂടി നയിക്കുന്ന ഭാരതീയ ജനസംഘമുണ്ട്. അന്ന് ചൗധരി ചരൺ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഭാരതീയ ലോക് ദളുണ്ട്. രാജ്നാരായണും ജോർജ് ഫെർണാണ്ടസും നയിച്ചിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ട്. അതേപോലെ തന്നെ ജഗ്ജീവൻ റാമിൻ്റെ കോൺഗ്രസിലെ മുതിർന്ന നേതാവായിരുന്ന ദളിത് വിഭാഗത്തിന് മേലെ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ജഗ്ജീവൻ റാം ഉണ്ടാക്കിയിട്ടുള്ള കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്നിവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ജനതാ പാർട്ടി ഉണ്ടാക്കുന്നത്. ഈ കോൺഗ്രസ് ഫോർ ഡെമോക്രസി മാത്രം ഈ ജനതാ പാർട്ടിയുടെ ഉള്ളിൽ ലയിക്കുന്നില്ല. അവർ പുറത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് മറ്റൊരു പാർട്ടിയായി തന്നെ നിൽക്കുകയാണ്. അതേസമയത്ത് ബാക്കി എല്ലാവരും കൂടി ലയിച്ചു. അങ്ങനെ ലയിക്കുമ്പോൾ ഇത് വ്യത്യസ്തമായിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ആശയധാരകളും പേറുന്ന പാർട്ടികളാണ്. ഇവർ തമ്മിൽ ആശയപരമായിട്ട് യാതൊരു ഒരു താരതമ്യം സാധ്യമല്ല. ഇപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൊറാർജി ദേശായിയുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ കൺസർവേറ്റീവ് ആണ്. അതേസമയത്ത് JP നയിക്കുന്ന ജനതാ മോർച്ച എന്ന് പറയുന്ന പാർട്ടി റെവല്യൂഷണറി സ്വഭാവമുള്ളതാണ്. അതേസമയത്ത് ഭാരതീയ ജനസംഘം എന്ന് പറയുന്നത് നാഷണലിസ്റ്റ് ആണ്, ഹിന്ദു നാഷണലിസ്റ്റ് ആണ്. അതേസമയത്ത് ലോക്ദൾ എന്ന് പറയുന്ന ചരൺ സിംഗിന്റെ പാർട്ടിയാണെങ്കിൽ ലെഫ്റ്റ് ലിബറൽ ആണ്, അത് ഒരു ലെഫ്റ്റ് സോഷ്യലിസ്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന പാർട്ടിയാണ്. അതേസമയത്ത് എക്സ്ട്രീം സോഷ്യലിസ്റ്റ് ആണ് രാജ്നാരായണനും ജോർജ് ഫെർണാണ്ടസും നയിക്കുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി. അതേസമയത്ത് കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്ന് പറയുന്ന പാർട്ടി ദളിത് പക്ഷത്ത് നിൽക്കുന്ന ഡൗൺ ട്രോഡൺ ആയിട്ടുള്ള ആളുകളുടെ പക്ഷത്ത് നിൽക്കുന്ന മാർജിനലൈസ്ഡ് വിഭാഗങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടികളാണ്. ഇവരെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവരുന്ന ഒരൊറ്റ അജണ്ട എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്ന അടിയന്തരാവസ്ഥ കാലത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് അത് ആലോചിക്കണം. 1977 അതൊരു അനിവാര്യത എന്ന കാര്യത്തിൽ തർക്കമില്ല. അടിയന്തരാവസ്ഥക്കെതിരെ എല്ലാ വിഭാഗത്തിലുള്ളവർ ഒരുമിക്കുന്ന ഒരു പ്രത്യേക കാഴ്ചയാണ് അന്ന് കണ്ടത്. പക്ഷേ എന്തിനാ ഇപ്പോൾ അത് പറയുന്നു? തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് ഇപ്പോൾ ഇത് എന്തിനു പറയുന്നു എന്ന് CPIക്ക് പോലും സംശയമാണ്. അത് നിങ്ങൾക്ക് കുറച്ച് സ്വീകാര്യത തരുന്ന ഒരു രൂപത്തിലേക്ക് ആവുന്നുണ്ട് ആ പ്രതികരണം. അതിന്റെ പിന്നിലെ ഐക്യത്തെക്കുറിച്ചാണ് അപ്പുറത്തുള്ളവർ സംശയിക്കുന്നത്. ഞങ്ങൾക്ക് ആ തരത്തിലുള്ള സ്വീകാര്യത ആവശ്യമില്ല. ഇതിൽ രണ്ടാമതൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഈ ജനതാ പാർട്ടിയുമായിട്ട് CPIഎം സഖ്യത്തിലല്ല. CPIഎം ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 295 സീറ്റുകൾ മേടിച്ച് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിച്ച് ആ സർക്കാരിനെ നയിക്കേണ്ടത് ആരാണെന്നുള്ള കാര്യത്തിലൊക്കെ ധാരാളം തർക്കങ്ങളുണ്ട്. പിന്നീട് അവസാനം ജയപ്രകാശ് നാരായണനും ആചാര്യ കൃപലാനിയും കൂടിയിട്ടാണ് മൊറാർജി ദേശായിനെ പ്രധാനമന്ത്രിയും ചൗധരി ചരൺ സിംഗും ജഗ്ജീവൻ റാമും 2 ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർമാരും അതേപോലെ തന്നെ അദ്വാനി വാജ്പേയി ഒക്കെ മന്ത്രിസഭയിൽ അംഗങ്ങളായിട്ടുള്ള ഒരു മന്ത്രിസഭ ഉണ്ടാക്കുന്നത്. ആ മന്ത്രിസഭയ്ക്ക് പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുകയാണ് CPIഎം ചെയ്യുന്നത് അടിയന്തരാവസ്ഥ വിരുദ്ധ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ. പക്ഷെ അവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം CPIഎമ്മിന്റെ പിന്തുണ ആ മുന്നണിക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. 542 സീറ്റിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ 271 സീറ്റാണ് കേവല ഭൂരിപക്ഷം. ജനതാ പാർട്ടിക്ക് ഒറ്റയ്ക്ക് 295 സീറ്റ് ഉണ്ടായിരുന്നു. 22 സീറ്റുള്ള CPIഎമ്മിൻ്റെയോ അല്ലെങ്കിൽ 7 സീറ്റുള്ള CPIയുടെയോ 4 സീറ്റുള്ള RSPയുടെയോ 3 സീറ്റുള്ള ഈ പറയുന്ന ഫോർവേഡ് ബ്ലോക്കിൻ്റെയോ പിന്തുണ ഇല്ലാതെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള കംഫർട്ടബിൾ മെജോറിറ്റി അവർക്കുണ്ടായിരുന്നു. പിന്നീട് ഈ ജനതാ പാർട്ടി ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻഫൈറ്റിംഗ് കാരണമാണ് തകരുന്നത്, അതല്ലാണ്ട് മറ്റ് കാരണങ്ങൾ കൊണ്ടൊന്നല്ല. രാജ്നാരായണന് തനിക്ക് സ്ഥാനം കിട്ടിയില്ല. ഇന്ദിരാഗാന്ധിനെ അന്ന് റായ്ബറേലിയിൽ പരാജയപ്പെടുത്തുന്ന രാജ്നാരായണനാണ്. രാജ്നാരായണന്റെ കേസിലാണ് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് തന്നെ അസാധുവായി പ്രഖ്യാപിക്കുന്നത്. തനിക്ക് അർഹിക്കുന്ന സ്ഥാനം കിട്ടിയില്ല എന്നുള്ളതിന്റെ പേരിൽ രാജ്നാരായൺ വേറെ പാർട്ടി ഉണ്ടാക്കുന്നു. അതേസമയം ചൗധരി ചരൺ സിംഗ് രാജിവെക്കുന്നു, തനിക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ജനസംഘത്തിന്റെ നേതാക്കന്മാരാണെങ്കിൽ ഈ പറയുന്ന ട്വിൻ മെമ്പർഷിപ്പ് ഇഷ്യൂവിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പോകുന്നു. ശങ്കുട്ടിദാസ്, ഇപ്പോൾ RSS വിരുദ്ധ പോരാട്ടം ഏറ്റവും ശക്തമായി നടത്തുന്നത് CPIഎം ആണ് എന്നുള്ളത് CPIഎം പല ഘട്ടങ്ങളായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
പക്ഷേ അങ്ങനെ പോരാട്ടം നടത്തുന്നെന്ന് പറയുമ്പോഴും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വിമർശനം എന്താണ് വരാത്തത്, വിമർശിക്കേണ്ട സമയത്ത് എന്താണ് വിമർശനം വരാത്തത് എന്ന് CPM നേതാക്കളോട് സംശയത്തോടു കൂടി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ചില പ്രതികരണങ്ങൾ, ചില വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല. PV അൻവറിന്റെ രാജി പോലും അങ്ങനെ ഒരു ഘട്ടത്തിലാണല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് CPM-ന്റെ ഒരു തരത്തിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നില്ല എന്നൊരു വിലയിരുത്തൽ നിങ്ങളും നടത്തുകയാണ്. ഞങ്ങൾ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടില്ല. CPM നിരന്തരമായി ഞങ്ങളെ വിമർശിക്കുകയും ഞങ്ങളെ ആക്രമിക്കുകയും കായികമായി പോലും ഞങ്ങളുടെ കേഡർമാരെ ഉന്മൂലനം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞങ്ങളുടെ എത്ര സ്വയംസേവകരാണെങ്കിലും BJP-യുടെ പ്രവർത്തകരാണെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരന്തരമായിട്ട് ഗ്രൗണ്ടിൽ തന്നെ CPM-ഉമായിട്ട് ഏറ്റുമുട്ടി അതിജീവനത്തിന് വേണ്ടി കൊലപ്പെടുത്തിയ സംഘടനയാണ് പിണറായി വിജയൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപേ എന്തിനീ പ്രതികരണം നടത്തി എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. ശ്രീ ജോർജ് പൊടിപാറ, ഇപ്പോൾ എന്തിനാണ് MV ഗോവിന്ദൻ ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ശരി, പറഞ്ഞോളൂ, പൂർത്തിയാക്കോളൂ. ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ പൊതുവിൽ പറഞ്ഞു കേട്ടോ, ഇതൊന്നും ആധികാരികമായി സ്ഥിരീകരിച്ച് പറയാൻ എനിക്ക് സാധിക്കില്ല, മറ്റൊരു പാർട്ടിക്കുള്ള കാര്യമാണ്. പക്ഷേ M സ്വരാജ് ജയിക്കേണ്ടതില്ല എന്നൊരു പ്രബലമായിട്ടുള്ള പക്ഷം CPM-നുള്ളിലുണ്ട്. M സ്വരാജ് ജയിച്ചു വന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തിലേക്ക് ക്ലെയിം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജയിക്കേണ്ടതില്ല, അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി ബോധപൂർവ്വം നടത്തിയിട്ടുള്ള പ്രസ്താവനയാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ രാഷ്ട്രീയ പോരാട്ടമായി കണ്ടതുകൊണ്ടാണല്ലോ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗത്തെ തന്നെ അപൂർവമായി നിർത്തുന്ന ഒരു സാഹചര്യം. അല്ല, അത് അവിടുത്തെ പിന്നീടുണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ കമ്പൽഷൻ കൊണ്ടും പലതരത്തിലുള്ള പരിഹാസങ്ങൾ കൊണ്ടും സ്വീകാരനായിട്ടുള്ള ഒരു പൊതുസ്വതന്ത്രനെ കണ്ടെത്താൻ കഴിയാതെ വന്നത് കൊണ്ടും ഒക്കെ അവസാനം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായില്ല എന്നുള്ളതുകൊണ്ട് അല്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥി താമര ചിഹ്നത്തിലാണല്ലോ മത്സരിക്കുന്നത്. BJP അതിന് തൊട്ട് മുൻപത്തെ മാസം വരെ മറ്റൊരു പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ. അല്ല, നോക്കൂ, ഇവിടെ ഞങ്ങളുടെ പ്രശ്നം എന്താണ്? ഈ പ്രചരണം കൊണ്ട് വേണമെങ്കിൽ CPM-ഉമായിട്ട് നമുക്ക് വേണമെങ്കിൽ CPM-ഉമായിട്ട് ഒരു സഖ്യമാവാം. ചരിത്രപരമായിട്ട് അങ്ങനെ ഒരു സഖ്യം ഉണ്ടായിട്ടുണ്ട്. വേണമെങ്കിൽ CPM കൂടെ കൂട്ടാൻ കൊള്ളാത്തവരൊന്നുമല്ല. പണ്ടൊരു പ്രത്യേക സാഹചര്യത്തിൽ CPM-ന് കൈ കൊടുത്തിട്ടുണ്ട് എന്നൊരു ധാരണ BJP-യുടെ ഗ്രൗണ്ട് ലെവൽ കേഡർമാർക്ക് തോന്നാതിരിക്കാൻ, ആ കാര്യത്തിൽ ഒരു അവ്യക്തതയ്ക്ക് സ്ഥാനമുണ്ടാവാതിരിക്കാനാണ് പറയുന്നത്. ഈ പറയുന്ന പ്രസ്താവന ചരിത്രപരമായി തെറ്റാണ്, സാങ്കേതികമായി തന്നെ ശരിയല്ലാത്തതാണ്. ഒരു ഘട്ടത്തിലും CPM-ഉമായി കൈകോർത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം BJP-യോ ജനസംഘമോ സംഘപരിവാറോ നടത്തിയിട്ടില്ല. അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ട് ഉണ്ടായിട്ടുള്ള ജനതാ പാർട്ടിക്ക് പുറമെ നിന്ന് പിന്തുണ കൊടുക്കുക മാത്രമാണ് CPM ചെയ്തിട്ടുള്ളത്. അതിനുള്ളിലുള്ള ഏതെങ്കിലും പാർട്ടികളുമായിട്ട് ആഭ്യന്തരമായിട്ട് അവർ യാതൊരു തരത്തിലുള്ള സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് ഏതെങ്കിലും കാലത്ത് കൂടെ കൂട്ടാൻ പറ്റിയവരായിട്ടുള്ള ഒരു പ്രസ്ഥാനവുമല്ല CPM എന്നുള്ളതാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. ജോർജ് പൊടിപാറ, എന്തിന് 50 വർഷം മുമ്പുള്ള കാര്യം ഇപ്പോൾ പറയണം? എന്ത് കാര്യങ്ങൾ എപ്പോൾ പറയണമെന്നതിൽ രാഷ്ട്രീയമായ ഒരു വ്യക്തത വേണം നേതാക്കൾക്ക് എന്നാണ് ഇന്ന് ബിനോയ് വിശ്വം പറഞ്ഞത്. കൃത്യമായും MV ഗോവിന്ദന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ നോ കമന്റ്സ് എന്ന് പറയുന്നു. പക്ഷെ പറയാനുള്ള അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് കൊണ്ട് എന്ത് ഗുണമാണ് ലഭിക്കുക, അല്ലെങ്കിൽ എന്ത് ഗുണമാണ് പ്രതീക്ഷിക്കുന്നത്? സ്മൃതി ചോദിച്ച ആ ചോദ്യമാണ് ഇതിലെ $1 മില്യൺ ക്വസ്റ്റ്യൻ. അതായത് വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശം കഴിഞ്ഞ ശേഷം ഒരു മാധ്യമപ്രവർത്തകന് കൊടുക്കുന്ന ഇൻ്റർവ്യൂവിൽ അല്ല അഭിമുഖത്തിൽ തീർത്തും അസമയത്ത് അല്ലെങ്കിൽ ഒരു പ്രകോപനവും ഇല്ലാതെ കുത്തിയുള്ള ചോദ്യങ്ങളില്ലാതെ ഈ വിഷയത്തിലേക്ക് അദ്ദേഹം വരികയാണ്. സത്യത്തിൽ നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന ഒരു പ്രതികരണമാണ് ഉണ്ടാകുന്നത്. ചോദ്യം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള UDF-ൻ്റെ കൂട്ടുകെട്ടിനെക്കുറിച്ചുള്ള സംസാരത്തിനിടയിൽ തീർത്തും അപ്രതീക്ഷിതമായി, തീർത്തും അനാവശ്യമായിട്ട് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഞങ്ങൾക്ക് RSS-മായി ബന്ധമുണ്ടായിട്ടുണ്ട്, RSS-നെ പിന്തുണച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ശങ്കുട്ടിദാസ് പറയുന്നു, സഖാവ് ശ്രീ ജയരാജൻ പറയുന്നു, RSS-മായിട്ടായിരുന്നില്ല ബന്ധം, അത് ജനതാദളുമായിട്ടായിരുന്നു ബന്ധം. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ അന്ന് ഇന്ദിരാഗാന്ധിയുടെ നയങ്ങളെ തകർക്കാൻ, ജനാധിപത്യത്തിനെ വീണ്ടെടുക്കാൻ വേണ്ടി അന്ന് രൂപീകൃതമായ ജനതാ പാർട്ടി എന്ന് പറയുന്ന ആ പരീക്ഷണത്തിൽ പുറത്തു നിന്ന് അല്ലെങ്കിൽ അതിനോട് ആശയപരമായി രാഷ്ട്രീയമായി യോജിക്കുകയല്ലാതെ അതിൽ ലയിക്കുക പോലും ചെയ്തില്ല എന്നിരിക്കെ എന്തിനാണ് MV ഗോവിന്ദൻ വളരെ സുപ്രധാനമായൊരു തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശത്തിൻ്റെ അന്ന് വൈകുന്നേരം ഈ രീതിയിൽ ഞങ്ങൾക്ക് RSS-മായി ബന്ധമുണ്ട് എന്ന് പറയാൻ എന്ത് അനിവാര്യതയാണ് ഉണ്ടായിരുന്നത്?
ഇതിനാണ് ഉത്തരം പറയേണ്ടത്. എം വി ഗോവിന്ദൻ രാഷ്ട്രീയമായിട്ട് ബോധമില്ലാത്ത, രാഷ്ട്രീയമായിട്ടുള്ളതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ച് അറിയാത്ത ഒരാളല്ല. അതൊരു വിവാദമാകുമെന്ന് അഭിലാഷ് മോഹൻ എന്ന് പറയുന്ന സീനിയർ ജേർണലിസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സഖാവ്, ഈ പ്രസ്താവന, ഈ പ്രതികരണം വിവാദമാകുമല്ലോ എന്ന് പറയുമ്പോൾ, വിവാദമാകട്ടെ, ആർക്കാണ് ഭയം? സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് എന്തിനു ഭയപ്പെടണം എന്ന് ചോദിക്കുമ്പോൾ അത്രയും ധൈര്യപ്പെട്ടല്ലെങ്കിൽ അത്രത്തോളം കടന്നു ചോദിക്കുന്ന എം വി ഗോവിന്ദൻ ഒരു ഉദ്ദേശവുമില്ലാതെ വളരെ നിഷ്കളങ്കമായി ഒരു ചരിത്ര സത്യം പറഞ്ഞു എന്ന് കരുതാൻ പറ്റുമോ? നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, ഏതോ ഒരു ഘട്ടത്തിൽ കെ സുധാകരൻ KPCC പ്രസിഡൻ്റായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം, ഞാൻ കോൺഗ്രസ്സുകാരനല്ലാതിരുന്നൊരു ഘട്ടത്തിൽ ഈ പറഞ്ഞ ജനതാദൾ ഇന്ത്യയൊക്കെ ഭാഗമായിരുന്നില്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ RSSൻ്റെ ശാഖകൾക്ക് കാവൽ നിൽക്കാൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞത് വലിയ വിവാദമാക്കിയ പാർട്ടിയാണ് അല്ലേ? അത് എന്ത് വലിയ രാഷ്ട്രീയ വിവാദമാക്കി. ആ രാഷ്ട്രീയ വിവാദമാക്കിയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറയാണ്, ഞങ്ങൾ RSSുമായിട്ട് ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്, RSSുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, RSSനെ പിന്തുണച്ചിട്ടുണ്ട് എന്ന് പറയേണ്ട ഒരു ആവശ്യം എന്താ? ഈ നിർണായക തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായ ഒന്നുകിൽ ആനമണ്ടത്തരം, അദ്ദേഹത്തിന് മിനിമം രാഷ്ട്രീയ സെൻസില്ലായ്മ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇപ്പം നേരത്തെ ശങ്കുട്ടിദാസ് പറഞ്ഞല്ലോ, കോമൺ സെൻസോടെ ചിന്തിക്കുമ്പോൾ ഈ വിഷയത്തിൽ രണ്ട് സാധ്യതകളാണ് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുക. ഒന്നുകിൽ സ്വരാജിന് കിട്ടേണ്ട ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടുത്താൻ ഈ ഒരു ബന്ധം, അതായത് ജമായത്തെ ഇസ്ലാമിയുടെ പേരിൽ കോൺഗ്രസ്സോ അല്ലെങ്കിൽ UDF ഒരു പരിധി വരെ ഡിഫൻസിലാകുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ RSS ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, സ്വയം ഏറ്റു പറഞ്ഞുകൊണ്ട് ആ ഡിഫൻസിനപ്പുറത്ത് ഏറ്റവും അവസാന ഘട്ടത്തിൽ ഈ വിവാദം മുകളിലേക്ക്, ഉപരിതലത്തിലേക്ക് വരുമ്പോൾ അത് അപ്രസക്തമാകുകയും ഇത് വലിയ വിഷയമായിട്ട് ഉയർന്നു വരികയും ചെയ്യും. ആർക്ക് അതിൻ്റെ നേട്ടം? സ്വരാജിന് നേട്ടമാണോ നഷ്ടമാണോ ഉണ്ടാകുക? അല്ലെങ്കിൽ മറ്റൊരു കാര്യം, അതിനേക്കാൾ വലിയൊരു ബുദ്ധി ഉപയോഗിച്ച് ഇവിടെ ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ ഇൻറോഡ്സ് ഉണ്ടാക്കാൻ പറ്റില്ല, അത് കൂടുതലും ഈ പറഞ്ഞ പോലെ ആര്യാടൻ ഷൗക്കത്തും അതുപോലെ തന്നെ ഈ പാർട്ടി വിട്ടുപോയ അൻവറും കൂടി സ്വന്തമാക്കുമെന്ന് ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിലമ്പൂരിൽ ജയിക്കാൻ ഭൂരിപക്ഷ വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ ആവശ്യമുണ്ട്. ആ വോട്ടുകൾ പൂർണ്ണമായും തങ്ങളുടെ പെട്ടിയിൽ വീഴാനുള്ള ഒരു രാഷ്ട്രീയ ചതുരംഗക്കളി എന്ന രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കും. ഈ രണ്ട് വ്യാഖ്യാനം അല്ലാതെ അതിനകത്ത് വ്യാഖ്യാനം ഇല്ല. ഒന്നെങ്കിൽ സ്വരാജിനെ തീർത്തെടുക്കാൻ, അല്ലെങ്കിൽ അതിനേക്കാൾ ബുദ്ധിപരമായിട്ട് ഈ പറഞ്ഞ ഹിന്ദു വോട്ടുകളുടെ പരമാവധി പിടിച്ചെടുക്കാനുള്ള വലിയ ഒരു അഭ്യാസം. പക്ഷേ ഇതൊരു വലിയ അഭ്യാസം തന്നെയാണ്. തലേ ദിവസം ഇങ്ങനെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുക, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇന്ന് വിഷയത്തിന്റെ പേരിൽ ഉണ്ട്. അത് മാത്രമല്ല, ഈ പറഞ്ഞ ഈ സുന്ദരയെ എന്തിനു രാജിവെച്ച്, ഇതൊക്കെ നമുക്ക് പുതിയ അറിവുകളാണ്. അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, സുന്ദരയുടെ രാജിക്കത്ത് എത്രയോ കാലം മറച്ചു വെച്ചു. അതിപ്പോഴാണ് കേരളത്തിൽ ഒരുവിധമുള്ള ആളുകൾ അറിയുന്നത് പോലും. സുന്ദരയ്യ രാജിവെച്ചത് ആ കാലത്ത് 77 ഈ പറഞ്ഞ RSSന് മേധാവിത്വമുള്ള ജനസംഘമായിട്ടുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ട് ഭാവിയിൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തെ തളർത്തും, കമ്മ്യൂണിസത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തി ആ രാജിക്കത്ത്. അത് ഇപ്പോൾ അത് വളരെ പ്രസക്തമല്ലേ? ഫലത്തിൽ എവിടെയാണ് നിൽക്കുന്നത് അതിൻ്റെ ഒരു കൃത്യമായ മറുപടി പറയാൻ പറ്റുമോ? മാത്രമല്ല, സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് പോളിംഗ് ദിനത്തിൻ്റെ തലേന്ന് 6 മണിക്ക് മുഖ്യമന്ത്രിക്ക് 1 മണിക്കൂർ നീണ്ടൊരു പത്രസമ്മേളനം നടത്തി ഈ RSS ബന്ധമില്ല, ഞങ്ങൾക്ക് RSSുമായി ബന്ധം ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല എന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് മുഖ്യമന്ത്രിയെ എത്തിച്ചത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണെന്നുള്ളത് വലിയൊരു വൈപരീത്യമല്ലേ? സത്യത്തിൽ അങ്ങനെ ഒരു സംഗതി CPMൻ്റെ ചരിത്രത്തിൽ ഉണ്ടാകാറുണ്ടോ? ഏതെങ്കിലും ഒരു സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ ഒരു വല്ലാത്ത ടൈറ്റ് കോർണറിൽ മുഖ്യമന്ത്രിയെ കൊണ്ട് എത്തിച്ച ചരിത്രമുണ്ടോ? ഇവിടെ അന്തസ്സോടെ സംസാരിച്ചത് വളരെ കൃത്യമായിട്ട് ആ കാര്യത്തിൽ വലിയ ആവേശത്തിൽ അല്ലെങ്കിൽ പോലും സത്യം കൃത്യമായി പിൻ പോയിൻ്റായിട്ട് വളരെ ഷാർപ്പായിട്ട് പറഞ്ഞത് ബിനോയ് വിശ്വമാണ്. എന്തായിരുന്നു ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ട് ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു? എപ്പോൾ എങ്ങനെ പറയണം എന്നുള്ളത് പ്രധാനമാണ് രാഷ്ട്രീയത്തിൽ എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിന് 1000 മാനങ്ങളുണ്ട്.
ആ മാനം അല്ലെങ്കിൽ ആ തലങ്ങൾ എന്തുകൊണ്ട് ഈ പറഞ്ഞ എം.വി. ഗോവിന്ദന് മനസ്സിലാകാതെ തിരിയാതെ പോയി എന്നതാണ് ശ്രീ പി ജയരാജൻ അതിൽ മറുപടി നൽകും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട് ശ്രീ പി ജയരാജൻ തന്നെ ഈ കഴിഞ്ഞ വർഷം കാഫെസ്ട്രിയിൽ പറഞ്ഞ കാര്യമുണ്ടല്ലോ, പ്രത്യേക സാഹചര്യങ്ങളിൽ പിന്തുണകൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച്, അതാത് കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ. അപ്പോൾ ആ പിന്തുണ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് വർഗീയമല്ലാതിരിക്കുകയും അത് UDF കൊടുക്കുമ്പോൾ വർഗീയമാവുകയും ചെയ്യുന്നതിനെ എങ്ങനെയാണ് താങ്കൾ വിശദീകരിക്കുക എന്ന് കേൾക്കാൻ കൗതുകമാണ്. ശ്രീ പി ജയരാജൻ, ഏറ്റവും ദുർബലമായ ഒരു സംവിധാനം അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി അത്തരത്തിൽ എല്ലാ മുസ്ലിം ന്യൂനപക്ഷങ്ങളിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സംവിധാനമല്ല എന്ന് താങ്കൾക്കും അറിയാം. അതിനെ വെൽഫെയർ പാർട്ടിയാകട്ടെ അതിലും ചെറിയ സംവിധാനമാണ്. അപ്പോൾ അവരെ വലിയ ഒരു സംവിധാനമായി അവതരിപ്പിക്കുക, അവരുമായി സഖ്യത്തിലാണ്, അതായത് മുന്നണിയിലുണ്ട്, UDF മുന്നണിയിലുണ്ട് എന്ന രൂപത്തിൽ പറയുക. നേരത്തെ നിങ്ങളുമായി സഹകരിച്ച ഘട്ടത്തിൽ നിങ്ങൾക്ക് പിന്തുണ നൽകിയ ഘട്ടത്തെ വേറെ രീതിയിൽ അവതരിപ്പിക്കുക, അതെങ്ങനെയാണ് വിശദീകരിക്കാനാവുക? ഇവിടെ സ്മൃതി നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമാക്കേണ്ടതുണ്ട്. ഒന്ന്, CPM സംബന്ധിച്ചിടത്തോളം ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്, ജനാധിപത്യപരമായിട്ടാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അർദ്ധ ഫാസിസ്റ്റ് ഭീകരത രാജ്യത്ത് നടപ്പാക്കിയപ്പോൾ എന്തൊക്കെ അതിക്രമങ്ങളാണ് ഈ കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നത് പോലെ ജനാധിപത്യത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കും. പക്ഷേ ജനാധിപത്യത്തെ ഈ വിധം കശാപ്പ് ചെയ്തിട്ടൊരു പാർട്ടി ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ? എത്രയെത്ര അതിക്രമങ്ങൾ. മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ഇവിടെ സംസാരിക്കുന്നത് കേട്ടു. അടിയന്തരാവസ്ഥ കാലത്ത് മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ടവരെ പിടിച്ചുകൊണ്ടുപോയി നിർബന്ധ വന്ധ്യംകരണത്തിന് വിധേയമാക്കിയതും ബുൾഡോസർ ഉപയോഗിച്ച് അവരുടെ ചാളകളൊക്കെ ചേരികളൊക്കെ നശിപ്പിച്ചതുമായിട്ടുള്ള എത്രയെത്ര കൃത്യങ്ങൾ. അവസാനിപ്പിക്കട്ടെ. താങ്കൾ ഏങ്കറായിട്ടുള്ള ഓരോ അവസരത്തിലും CPM പ്രതിനിധികൾ സംസാരിക്കുമ്പോൾ അവസരം നിഷേധിക്കുക, ഇടക്ക് കയറി സംസാരിക്കുക, അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് കേൾക്കൂ. അപ്പോൾ CPM സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ജനതാ പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള സമീപനമാണ് ഉണ്ടായിരുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം CPM അത് പരിശോധിച്ചു. ഞങ്ങളെടുത്ത നിലപാട് ശരിയാണെന്നാണ് വിലയിരുത്തിയത്. കാരണം അല്ലെങ്കിൽ ഇന്ത്യ എങ്ങോട്ട് പോകുമായിരുന്നു? ഈ കോൺഗ്രസിൻ്റെ സ്വേച്ഛാധികാര വാഴ്ച അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് CPIM കൈക്കൊണ്ട നിലപാട് തികച്ചും ശരിയായിരുന്നു. ആ ജനസംഘം ഉൾപ്പെടുന്ന മന്ത്രിസഭയ്ക്ക് പുറത്തു നിന്ന് പിന്തുണ കൊടുത്തു, അതിൻ്റെ ഭാഗമായിട്ട് മാറാതെ. RSSും RSSകാരല്ലാത്തവരും തമ്മിൽ ജനതാ പാർട്ടിക്കകത്ത് തർക്കം വന്നപ്പോൾ ആ തർക്കത്തിൽ RSSനെതിരായിട്ടുള്ള വിഭാഗത്തിനൂടെയാണ് CPM അണിനിരുന്നത്. അപ്പോൾ തികച്ചും ശരിയായിട്ടുള്ള ഒരു നിലപാടാണ്, ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയ പാർട്ടിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ശരിയായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ബേപ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രസക്തി എന്താണ്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞോട്ടെ. അതല്ല ഞാൻ പറയുന്നത്, അന്ന് എടുത്തിട്ടുള്ള നിലപാട് തികച്ചും ശരിയായിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ സുന്ദരയ്യ പാർട്ടി നേതൃത്വത്തിന് എഴുതിയ കത്തൊക്കെ എടുത്തിട്ട് നിലപാട്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. രണ്ടാമത്തെ കാര്യം, ബേപ്പൂരിൽ RSSകാരനായിട്ടുള്ള മാധവൻകുട്ടി മത്സരിച്ചപ്പോൾ ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന തങ്ങൾ അവിടെ പോയി പ്രസംഗിച്ചത് മാധവൻകുട്ടിയല്ല സ്ഥാനാർത്ഥി, താനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യാനാണ് അഭ്യർത്ഥിച്ചത്. അങ്ങനെയാ കോലീബി സഖ്യമുണ്ടാക്കിയത്. ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ജമാഅത്തെ ഇസ്ലാമിയെ UDF ഭാഗമാക്കി മാറ്റിയതിനെ കുറിച്ചാണ്. അപ്പോൾ സ്മൃതി ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. രാഷ്ട്രീയത്തിൽ പല സന്ദർഭങ്ങളിലും കൈക്കൊള്ളുന്ന നിലപാടുകളിൽ ചില കാലത്ത് മാറ്റം ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ UDF പ്രധാന ഘടക പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ്. ആ ലീഗിനെ പറ്റി കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള നെഹ്റു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? നിങ്ങൾ നോക്കൂ, ഇത് മാതൃഭൂമി പത്രമാണ്. മാതൃഭൂമി 1955 ഡിസംബർ 28. നോക്കൂ, മുസ്ലിം ലീഗിനെ സർവ്വവിധ ശക്തിയും ഉപയോഗിച്ച് എതിർത്ത് നശിപ്പിക്കും. മുസ്ലിം ലീഗിനെ ചത്ത കുതിര എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റുവാണ്. മാതൃഭൂമി പത്രമാണ്, ദേശാഭിമാനി പത്രമല്ല. അപ്പോ അങ്ങനെ നിലപാട് അങ്ങനെ നിലപാട് സ്വീകരിച്ച ലീഗിനെ ഇന്ന് കൂട്ടിയിട്ടില്ലേ? മുസ്ലിം ലീഗുമായിട്ട് ഞാൻ പറഞ്ഞു, അതെ, അതന്നെയാണ് ഞാൻ പറയുന്നത്. പറഞ്ഞു വരട്ടെ. അപ്പോൾ
ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പിന്തുണച്ചു, അത് ദേശാമാനി പത്രത്തിൽ വാർത്ത വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് പറയുന്നതിന് എന്താ പ്രസക്തിയുള്ളത്? ഇന്ന് രാജ്യത്തിൻ്റെ അന്തരീക്ഷം മാറിയിരിക്കുന്നു. അർദ്ധ ഫാസിസ്റ്റ്, ഇവിടെ നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രത്യക്ഷപ്പെടുത്തുന്ന ഒരു ഭരണം രാജ്യത്ത് നിലനിൽക്കുന്നു. അവര് ഈ രാജ്യത്തിൻ്റെ ഭരണക്കസേര ഉറപ്പിക്കാൻ വേണ്ടി ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയുള്ള എല്ലാ നിലക്കുമുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടി മതനിരപേക്ഷ നേരത്തെ നിരീക്ഷകനും ലീഗിന്റെ പ്രതിനിധിയും BJP പ്രതിനിധിയും ഒക്കെ സംസാരിക്കുമ്പോൾ താങ്കൾ ഇടപെട്ടിട്ടില്ലല്ലോ. നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള പക്ഷപാതിത്വമുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയണ്ടേ? ഇവിടെ ജമാഅത്തെ ഇസ്ലാമി നേരത്തെ എടുത്ത നിലപാടിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ഞങ്ങളൊരു ആപത്തായി കാണുന്നത്. കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തുടനീളം ഹിന്ദുത്വ രാഷ്ട്രീയം രൂപപ്പെടുത്തുകയും ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വേട്ടകൾ നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വർഗീയ പ്രസ്ഥാനത്തെയും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് CPIയും ഇടതുപക്ഷവും തീരുമാനിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ നിലപാട് ശരിയാണോ? ജമാഅത്തെ ഇസ്ലാമി നടത്തിയ ഒരു വർഗീയ ആക്രമണം അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാം. ഒരു മതരാഷ്ട്ര പ്രസ്ഥാനമാണ്. മതരാഷ്ട്ര പ്രസ്ഥാനം മുമ്പുമായിരുന്നു. നിങ്ങളെ പിന്തുണയ്ക്കുമ്പോഴും അത് മതരാഷ്ട്ര പ്രസ്ഥാനമായിരുന്നു. അത് പിന്നെ ഹുക്കുമത്തെ അന്നുമായിരുന്നു. 96 നിങ്ങളെ പിന്തുണയ്ക്കുമ്പോഴും ഹുക്കുമത്തെയാണെന്നേ താങ്കൾക്ക് പറയാനാവുമോ? 96 നിങ്ങളെ പിന്തുണയ്ക്കുമ്പോഴും ഞാൻ പറയുന്നത് അത് അന്നത്തെ അത് ഞാൻ പറഞ്ഞ ലീഗിനെ പറ്റി കോൺഗ്രസ് എടുത്ത നിലപാട് പിന്നീട് മാറി. ജമാഅത്തെ ഇസ്ലാമിൽ പറയൂ. ഒരു മുതിർന്ന നേതാവല്ലേ? കാരണം ഇതിലെപ്പോഴും ഒരു കൺഫ്യൂഷൻ നിൽക്കും. താങ്കൾ ഈ അവസാന നിമിഷം ഒന്ന് വ്യക്തത വരുത്തൂ ദയവ് ചെയ്ത്. നിങ്ങളെ പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, UDFനെ ഇപ്പോൾ പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, എന്താണ് ആ വ്യത്യാസം? ഒന്ന് ചൂണ്ടിക്കാട്ടൂ. അതെ ഞാൻ പറയാം. എനിക്ക് പറയാനുള്ള സമയം തരണം. നിങ്ങൾ നോക്കൂ, ലീഗിനോട് കോൺഗ്രസ് എടുത്ത ലീഗിനോട് കോൺഗ്രസ് എടുത്ത നിലപാടിൽ നിന്ന് പിന്നെ എങ്ങനെയാ കോൺഗ്രസ് മാറിയത്? എതിർത്ത് നശിപ്പിക്കുമെന്നാ നെഹ്റു പറഞ്ഞത്. ചത്ത കുതിരിയാണെന്ന് നെഹ്റു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റങ്ങൾ വരുന്ന അവസരത്തിൽ നിലപാടുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോ CPMനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് RSS BJP ഹിന്ദുത്വ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യത്തിന്റെ മേലെ പല നിലക്കും ക്ഷേത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയൊരു ധ്രുവീകരണം നടത്തുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും ശക്തമായി എതിർക്കണം എന്ന നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. അതിലെന്താ തെറ്റ്? പച്ചക്കൊടി പോലും ഈ കാലത്ത് ഇപ്പോ അതാണ് പറഞ്ഞത്. ഇവിടെ മുസ്ലിം ലീഗിന്റെ കൊടി പോലും ഉത്തരേന്ത്യയിൽ കാണിക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് ചിന്തിക്കുന്നതിന്റെ കാര്യം എന്താണ്? അവിടെ നല്ല നിലക്കുള്ള വർഗീയ ധ്രുവീകരണം വരും. അപ്പോ ഹിന്ദു മാസസിനിടയിൽ കോൺഗ്രസിന് വലിയ നിലക്ക് എതിർപ്പ് ഉയർന്നു വരും എന്ന് കണക്കാക്കിക്കൊണ്ട് വയനാട്ടിൽ പ്രിയങ്ക മത്സരിച്ചപ്പോ, നേരത്തെ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോ ലീഗിന്റെ പച്ചക്കൊടി പോലും ഉത്തരേന്ത്യയിൽ കാണിക്കാൻ വേണ്ടി പാടില്ല എന്നതുകൊണ്ട് ലീഗുകാരെ കൊണ്ട് ബലൂണ് പിടിപ്പിച്ചവരായി കോൺഗ്രസ്. രാജ്യത്തെ ആ സാഹചര്യത്തെ മതരാഷ്ട്ര ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല എന്ന് സ്മൃതിക്ക് പറയാനാവില്ല. മതരാഷ്ട്രം എന്ന് പരസ്യമായി പറയുന്നത് RSS ആണോ ജമാഅത്തെ ആണോ എന്നൊരു ചോദ്യം. രണ്ടാമത്തെ, അങ്ങ് PDPയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷമല്ലേ അങ്ങയുടെ പുസ്തകം പിണറായി വിജയൻ പ്രകാശനം ചെയ്തത്? അതിൽ മദനി എങ്ങനെയാണ് ഇവിടെ തീവ്രവാദം വളർത്തിയെന്ന് പറയുന്നു. അതേ സംവിധാനവുമായി സഹകരിക്കുന്നതിനെ കുറിച്ച് അവരിപ്പോൾ അങ്ങനെയല്ല, ഞങ്ങളെ സഖാക്കളെ കൊന്നവരാണെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് MV ഗോവിന്ദൻ പറയുന്നു. ഇതെന്ത് വിശദീകരണമാണ്? വ്യക്തത വരുത്തൂ. എന്റെ പുസ്തകം സ്മൃതി വായിച്ചോ? ഞാൻ ആ ഭാഗം വായിച്ചു, മുഴുവനായി വായിച്ചിട്ടില്ല. ഞാൻ വായിച്ചോളാം. ആദ്യഘട്ടത്തിലുള്ള വിമർശനം വായിച്ചിട്ടില്ല, വായിക്കണം. വായിച്ചു കഴിഞ്ഞാൽ എന്നെപ്പറ്റി വിമർശനം ഉന്നയിക്കില്ല. കാരണം മദനിയെപ്പറ്റി ആദ്യകാലത്ത് അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ മാറ്റം വരുത്തിയെന്നും എൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്.
ഒരേ പേജിൽ, ഒറ്റ പേജിലാണ് എല്ലാം എഴുതി വെച്ചത്. സ്മൃതിയും വായിക്കണം, മറ്റാളുകളും വായിക്കണം. അതുപോലെ PDP രാഷ്ട്രീയ സാഹചര്യം ഒരു മതരാഷ്ട്രവാദിയെയും പിന്തുണക്കാൻ പാടില്ല എന്നുള്ള ശരിയായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഈ രാജ്യത്തുള്ളത്. PDP ജമാഅത്തെയുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ഉദാഹരണങ്ങൾ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാമോ? തന്നെയാണ് ഞാനും പറഞ്ഞത്. മദനിയെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലത്തുണ്ടായിട്ടുള്ള വിമർശനങ്ങൾ പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തി മാറിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി അന്ന് സ്വീകരിക്കുന്ന അതേ നിലപാട് ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി തൊട്ടുകൂടാൻ പറ്റാത്തവരായത് അല്ല. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണോ? അപ്പൊ 96 മുതൽ നിങ്ങളുമായി സഹകരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? 96 നിങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് തെക്കേ ഏഷ്യൻ പറഞ്ഞോളൂ. അതെ ഞാൻ പറയുന്നത്, തെക്കേ ഏഷ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം. ബംഗ്ലാദേശില് ഈയിടെ വലിയ പ്രക്ഷോഭം ഉണ്ടായല്ലോ, നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. ആരാതിന്റെ പിന്നിൽ? അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി. അപ്പോ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വന്ന മാറ്റം പരിഗണിച്ചുകൊണ്ട് മതരാഷ്ട്രവാദികളുടെ ശക്തമായിട്ടുള്ള നിലക്കുള്ള എതിർപ്പ് നാം രേഖപ്പെടുത്തണം. അതാണ് ഇന്ത്യൻ മതനിരപേക്ഷ അറിയാമല്ലോ. ഇപ്പോൾ CPM-നെ മാവോയിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചാൽ എങ്ങനെയുണ്ടാകും? ആ തരത്തിലുള്ള വ്യത്യാസം അവർക്കിടയിലുമുണ്ട്. പക്ഷേ തെറ്റിദ്ധാരണ വരുത്തുന്ന പ്രതികരണങ്ങൾ നടത്തുന്നു. രാഷ്ട്രീയമായി താങ്കൾ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതാണ് രാഷ്ട്രീയം. മൗദൂദിയുടെ പത്രസ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പിന്നീടുള്ള സ്വീകരണങ്ങളിൽ നിങ്ങളൊക്കെ തന്നെയും ഈ ഹുക്കുമത്തെ ഇലാഹി പറയുമ്പോൾ പോയി പ്രസംഗിച്ചിട്ടുണ്ട്, ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, വേദി പങ്കിട്ടിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ടിട്ടുണ്ട്. ഇതൊക്കെ 2019 മുതൽ കഥ മാറുന്നു. അതല്ലേ സംഭവിച്ചിരിക്കുന്നത് ശ്രീ പി ജയരാജൻ? അല്ല, 2014 മുതൽ ഇന്ത്യക്കകത്തൊരു പുതിയ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. എന്താണ്? ഹിന്ദുത്വ രാഷ്ട്രം പറഞ്ഞുകൊണ്ട് രാജ്യത്തിലെ ഭിന്നത വർദ്ധിപ്പിക്കുക, മതപരമായിട്ടുള്ള സ്പർദ്ധ വർദ്ധിപ്പിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഈ ഹിന്ദുത്വ വർഗീയതയെ എതിർത്തു തോൽപ്പിക്കുന്നതിന് ഒരു ന്യൂനപക്ഷ വർഗീയതയെയും യോജിക്കാൻ പാടില്ല, ന്യൂനപക്ഷ വർഗീയ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പാടില്ല. അതിന്റെ ഒരു പ്രതിനിധിയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. അവരുമായിട്ട് ഒരു തരത്തിലും യോജിക്കാൻ പാടില്ല എന്നാണ് CPM-ന്റെ നിലപാട്. ആവശ്യത്തിന് സമയം കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സമയം പൂർണ്ണമായി അവസാനിച്ചുകൊണ്ടാണ് നമുക്ക് സമയം പൂർണ്ണമായി അവസാനിച്ചുകൊണ്ടാണ് വേറൊരു ദിവസം ഇരിക്കാം. ശ്രീ പി ജയരാജൻ, വളരെ നന്ദി. പി ജയരാജൻ, ഷിബു മീരാൻ, ശങ്കുട്ടി ദാസ്, ജോർജ് പുടിപാറ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.